നമസ്കാരം. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് ഈ പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു തരാം. ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തലേ ദിവസം അവരെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഫോട്ടോ കാണിച്ചാൽ അത് വോട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ വരുമോ? കൊണ്ടുപോവാ. മുൻ SFI പ്രസിഡന്റായിരുന്ന ഇപ്പോൾ DYFI നേതാവായിരിക്കുന്ന PM ആഷോ വെല്ലുവിളിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ്, ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്ത് കാരണത്തിനാണ്, എന്ത് കാര്യത്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പാർട്ടിയിലുള്ള, അതായത് CPM-ലുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ അയാൾ ഈ പണി, അതായത് രാഷ്ട്രീയം എന്ന പണി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാം എന്നാണ് അയാൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി PM ആഷോ ഈ വാക്കിന് വിലയുള്ള വ്യക്തിയാണെങ്കിൽ, ആണാണ് എങ്കിൽ, അങ്ങനെ തെളിയിച്ചാൽ താങ്കൾ രാഷ്ട്രീയം വിട്ടു പോകാൻ തയ്യാറാകുമോ? ഇവിടെ അനൂപാന്റണി തന്നെ പറയുന്നുണ്ട്, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആഷോയ്ക്കും മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ അത് സമ്മതിക്കുന്ന കാഴ്ച. അതിനുശേഷം ആഷോയ്ക്ക് തീരുമാനിക്കാം ഇനിയും ഈ പണിക്ക് താൻ തുടരണോ വേണ്ടയോ എന്ന്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ്. അതിനകത്ത് അവർക്ക് സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടരായിട്ട് അവരെ വളരെ ചുരുക്കി കാണരുത്. ഇപ്പോൾ മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവരെ കഴിഞ്ഞ ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP-യെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ PM ആഷോ, ഇന്നുകൊണ്ട് താങ്കൾ ഈ പണി നിർത്തുകയല്ലേ? മോനെ PM ആഷോ, നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി തരാതരം പോലെ കാലാകാലങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും സമസ്തയുടെയും കാന്തപുരത്തിൻ്റെയൊക്കെ പിന്തുണ തേടി പോയിട്ടുണ്ട്, പിന്തുണ കിട്ടിയിട്ടുണ്ട്, അവർ നിങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. മലയാളികളെല്ലാം അൾഷിമേഴ്സ് ബാധിച്ച് ഓർമ്മശക്തി നശിച്ചവരാണ് എന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ കാണിച്ച വീഡിയോയിൽ ദിവസമുണ്ട്, വർഷം വരെയുണ്ട്, ഏത് വർഷത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പോലും ഉണ്ട്. പിണറായി വിജയൻ്റെ ശാരീരികമായിട്ടുള്ള മാറ്റം പോലും അതിൽ കാണാനുണ്ട്. ഇതൊക്കെ ഇന്നും വിരൽത്തുമ്പിൽ ലഭിക്കുമെന്നിരിക്കെ എന്തിനാണ് ഇയാളിങ്ങനെ പച്ച നുണ വിളിച്ചു പറഞ്ഞത്? പിടിക്കപ്പെടില്ല എന്ന് കരുതിയോ? താങ്കളുടെ വാക്കിന് വിലയുള്ള ആണാണെങ്കിൽ ആ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ മറ്റു പണി എന്തെങ്കിലും തേടുന്നതായിരിക്കും നല്ലത്. പിണറായി വിജയൻ അടക്കമുള്ളവർ, കമ്മ്യൂണിസ്റ്റുകാർ, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും PDP-യുടെയും ഒക്കെ പിന്തുണ നേടിയിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. നാളെ ഒരു അവസരം വന്നാലും നിങ്ങൾ അത് തന്നെ ചെയ്യുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. സകല വർഗീയ പാർട്ടികളും വർഗീയ സംഘടനകളെയും ചേർത്ത് പിടിച്ച പാർട്ടി തന്നെയായിരുന്നു CPM. കഴിഞ്ഞ കാലത്തിലും അങ്ങനെ തന്നെ, വർത്തമാന കാലത്തിലും അങ്ങനെ തന്നെ, ഇനി ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. ഒരു സംശയം വേണ്ട.